നാറി എന്നൊക്കെ ഒരു മനുഷ്യനെ വിളിക്കുന്നത് ഒരിക്കലും ഒരു സുഖകരമായ പ്രയോഗമല്ല. പക്ഷേ ആ പേരിന് യോഗ്യമാം വിധം അത് ജീവിതത്തിലൊരു തപസ്യ പോലെ, ഒരു സ്ഥായിയായ ഭാവം പോലെ കൊണ്ടു നടന്ന് പറയുമ്പോൾ എങ്ങനെ അയാളെയൊക്കെ വിളിക്കാതിരിക്കും എന്ന് ഓർത്തു പോകാറുണ്ട്. ഇത്രയും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിൽ ഒരു ക്ഷുദ്രജീവി ഇയാളെപ്പോലെ മറ്റൊരാൾ കാണില്ല. അത് വേറെ ആരുമല്ല, രവിചന്ദ്രൻ. അധ്യാപകനാണ്, വലിയ ബുദ്ധിജീവിയാണ്, ഒരുപാട് കൊള്ളാവുന്നവരുടെ മണിയടിയൻ സുഹൃത്താണ്, വലിയ വായനക്കാരനും ചിന്തകനും, പിന്നെന്ന് വേണ്ട ഏതാണ്ടെല്ലാം തലയിലുണ്ട് എന്ന ഭാവവുമാണ്. എന്നാൽ അയാളുടെ ഉള്ളിലുള്ളത് മുഴുവൻ വിദ്വേഷവും വെറുപ്പും വൃത്തികേടും മാത്രമാണ്. അയാൾ മുൻവിധിയോടെ ഓരോ സമൂഹത്തെയും ഓരോ ആളുകളെയും കാണുന്നു. എന്നിട്ട് ആ പറയുന്ന വിഷയത്തെക്കുറിച്ച് കാൽ കാശിനുള്ള വിവരമില്ലെങ്കിൽ പോലും അത് വലിയൊരു ബുദ്ധിജീവിയെപ്പോലെ അഭിനയിച്ച് അവതരിപ്പിക്കുന്നു. എല്ലാം അറിയാം എന്ന് വിചാരിക്കുന്ന ആളുകളെപ്പോലെ. ഈ സമൂഹത്തിൽ ഇത്രമേൽ അധമ ചിന്തയും അധമ പ്രവൃത്തിയുമായി നടക്കുന്ന മറ്റൊരു ജീവി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. ഇയാൾ ജാതിക്കെതിരാണെന്ന് പറയും, എന്നിട്ട് ആ മേൽവിലാസത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങും, അവിടുന്ന് ശമ്പളം വാങ്ങിക്കുന്നവരൊപ്പം ഉണ്ടാവും, കുടുംബത്തിലുണ്ടാവും. അതിനൊന്നും അയാൾക്ക് യാതൊരു വിഷമവുമില്ല. അയാൾ എല്ലാ മതങ്ങളോടും എല്ലാ മനുഷ്യരോടും നീതിപൂർവ്വം അകലം പാലിക്കുന്ന ആളാണെന്ന് പറയും. പക്ഷേ അയാളുടെ മനസ്സിൽ മുഴുവൻ ഇസ്ലാമോഫോബിയയും വിവരക്കേടും വൃത്തികേടും മാത്രമാണ്. ഒരു LP സ്കൂൾ അധ്യാപകൻ്റെ ശാസ്ത്രബോധം പോലും ഇയാൾക്കില്ല. ഒരു സാധാരണ ഒരു BA ഫിലോസഫിക്കാരനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലും നേടിയിട്ടില്ലെങ്കിലും വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും നല്ല ഫിലോസഫിക്കൽ തോട്ട്സും യുക്തിപരമായ ചിന്തയും ബുദ്ധിപരമായ നിലപാടും ഒക്കെയുള്ള ഒത്തിരി മനുഷ്യർ നമ്മുടെ നാടുകളിലുണ്ട്. അവരുടെ ഒന്നും 7 അയലത്ത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഒന്നും കോണകം കഴുകാനുള്ള യോഗ്യത പോലും ഈ ജീവിക്കില്ല. പക്ഷേ ഇയാൾ എന്തൊക്കെയോ ആണെന്ന ഭാവത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വീഡിയോ ആദ്യം കേൾക്കാം. എന്നിട്ട് അതിനെ സംബന്ധിച്ച് ഒരാൾ എഴുതിയ കുറിപ്പിനെക്കുറിച്ചും പറയാം. ഇത് ലാലി PM എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പേജിൽ നിന്ന് കിട്ടിയതാണ്. ദേ പറയുന്നത് കേട്ടോ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കൂ. എ കാർ ലോഡഡ് വിത്ത് സൂട്ട്കേസസ് ലീവ് ടയർ ത്രൂ ഇസ്ബുള്ള പ്ലക്കാർഡ് സദേൺ ലെബനൻ. ഇന്നലത്തെയാണ് AFPയുടെ പിക്ചറാണ്. ജൂൺ 9. നോക്കൂ, ഇവിടെ ഈ ഒരു ലെബനനിലെ ടയർ എന്ന് പറയുന്ന സിറ്റിയിൽ സ്വാഗതം പോലെ നമ്മുടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയോ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പുസ്തകത്തിലെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചു നോക്കി അറിയാം. തോക്കുണ്ട്, ഇഷ്ടം പോലെ തോക്കുണ്ട്. 1, 2, 3 തോക്കും, പിന്നെ 2 ടെററിസ്റ്റുകളുടെ പടവും വെച്ചിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇതാണ്. ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ എഴുതിയിരിക്കുന്ന അക്ഷരവും വായിക്കാൻ അറിഞ്ഞുകൂടാ, വായിച്ചിട്ടുമില്ല. കുറഞ്ഞ പക്ഷം അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ChatGPTയിലോ അറിയാവുന്നവർക്കോ അയച്ചു കൊടുത്ത് ഇതൊന്ന് വായിക്കാൻ പോലും മെനക്കെടാത്ത ഈ പറയുന്ന ജന്മത്തെയാണ് വലിയ ബുദ്ധിജീവിയും യുക്തിവാദിയുമായി തോളിലേറ്റി എല്ലാവരും കൂടി കൊണ്ടു നടക്കുന്നത്. ദേ നോക്കൂ, ഇതിനെക്കുറിച്ച് സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുകയാണ്. പ്രിയ രവി സാർ, താങ്കൾക്ക് ഇസ്ലാം വിരോധമുണ്ടെന്നറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കരുത്. വൈദേശിക ആക്രമണ ഭീതിയിൽ കഴിയുന്ന ലെബനോണിലെ മിക്ക പട്ടണത്തിലെയും കവാടങ്ങളിൽ കാണുന്ന കമാനമാണിത്. അതിൽ എഴുതി വച്ചിരിക്കുന്നത് രാഷ്ട്രീയ മുദ്രാവാക്യമാണ്, അല്ലാതെ താങ്കൾ തെറ്റായി പ്രചരിപ്പിക്കുന്നത് പോലെ പുസ്തകത്തിലെ മനുഷ്യത്വ വിരുദ്ധമായ വാചകങ്ങളല്ല. അറബി വാചകം ഇങ്ങനെയാണ്. അതിൻ്റെ അർത്ഥം പ്രതിരോധത്തിൻ്റെ തെക്കൻ മേഖലയിലൂടെ ലെബനൻ അപമാനത്തിൽ നിന്നും കീഴടങ്ങളിൽ നിന്നും അധപ്പതനത്തിൽ നിന്നും മുക്തമായി നിലകൊള്ളും എന്നാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യം അറബിയിലായിപ്പോയി. അത് അവരുടെ മാതൃഭാഷയല്ലേ. ഒരു ഭാഷ കാണുമ്പോൾ തന്നെ വെറുപ്പോടും സംശയത്തോടും കൂടി നോക്കുകയും വെറുപ്പുണ്ടാക്കാൻ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? അത് താങ്കൾ പറയുന്നത് പോലെ ഒരു ഗ്രന്ഥത്തിലെയും ഉദ്ധരണിയല്ല. അതിൽ 2 ഫോട്ടോ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് താങ്കൾക്കറിയാമോ? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അത് ആരൊക്കെയാണെന്ന് അറിയണം സാർ. ആദ്യത്തെ വ്യക്തി കറുത്ത തലപ്പാവ് ധരിച്ചയാൾ സയ്യിദ് അബ്ബാസ് അൽ മുസവിയാണ്. അദ്ദേഹം ഒരു ഷിയ പുരോഹിതനാണ്. കറുത്ത തലപ്പാവ് അവർ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണെന്നതിൻ്റെ സൂചനയാണ്. 1992 തെക്കൻ ലെബനനിൽ വെച്ച് ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഷേഖ് റാഗിബ് ഹർബിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ജിബ്ഷീദ് എന്ന ഗ്രാമത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്നു അദ്ദേഹം. ഈ ലെബനൻ ഗ്രാമം ഇസ്രയേൽ സൈന്യത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണ രേഖയ്ക്ക് അടുത്തായിരുന്നു. യാത്രയ്ക്കിടയിൽ ഇസ്രയേലിൻ്റെ ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തുകയായിരുന്നു. അതായത് 92 അബ്ബാസ് അൽ മുസവി കൊല്ലപ്പെടുന്ന സമയത്ത്
തെക്കൻ ലെബനൻ എന്നത് ഒരു യുദ്ധമേഖലയും ഇസ്രയേൽ അധിനിവേശ പ്രദേശവുമായിരുന്നു. സ്വന്തം നാടിനെ പ്രതിരോധിക്കുകയും ഇസ്രയേൽ അധിനിവേശത്തെ എതിർക്കുകയും ചെയ്ത ഒരു മതപുരോഹിതനും പോരാളിയുമായിരുന്നു അദ്ദേഹം. അമേരിക്കയ്ക്കും അതുകൊണ്ട് തന്നെ താങ്കൾക്കും അദ്ദേഹം തീവ്രവാദിയായിരിക്കാം. പക്ഷേ അത്ര ലളിതമല്ല കാര്യങ്ങൾ സാർ. 85 മുതൽ 2000 വരെയുള്ള കാലയളവിൽ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ലെബനനിലെ വിവിധ പ്രതിരോധ ഗ്രൂപ്പുകൾ ഇസ്രയേൽ സൈന്യത്തിനും SLAയ്ക്കുമെതിരെ ശക്തമായി ഗറില്ല യുദ്ധം നടത്തി. നിരന്തരമായ നാശനഷ്ടങ്ങളെയും ആഭ്യന്തര സമ്മർദ്ദങ്ങളെയും തുടർന്ന് 2000 മെയ് മാസത്തിൽ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതരായി. തെക്കൻ ലെബനനിലെ ഷേബ ഫാംസ് എന്ന് ഇന്നും ഇസ്രയേൽ അധിനിവേശത്തിലാണ്. പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും മാത്രമാണ് അവർക്ക് മുന്നിലുള്ള വഴി. രണ്ടാമത്തെ ആൾ ഷെയ്ഖ് റാഗിബ് ഹർബാണ്. 1980കളുടെ തുടക്കത്തിൽ തെക്കൻ ലെബനനിലെ ഇസ്രയേൽ അധിനിവേശ വിരുദ്ധ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ഷിയ പുരോഹിതനായിരുന്നു ഇദ്ദേഹം. 84-ൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു. ലെബനനിലെ ഈ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഇദ്ദേഹം പ്രതിരോധ രക്തസാക്ഷികളുടെ ഷെയ്ഖാണ്. ഷെയ്ഖ് ഓഫ് റെസിസ്റ്റൻസ് മാർട്ടിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവരൊന്നും ആകാശത്തുനിന്ന് പൊട്ടി വീണവരല്ല. ഇസ്രയേലിൻ്റെ അധിനിവേശം മൂലം അവിടെ ഉണ്ടായ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതാണ്. യൂറോപ്യൻ യൂണിയൻ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും അവരുടെ രാഷ്ട്രീയ വിഭാഗത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഐക്യരാഷ്ട്രസഭ UN ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഒരു ഭീകര സംഘടനയായി UN പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇസ്രയേൽ പക്ഷപാതിയായ താങ്കൾക്ക് അവരെ എങ്ങനെ വേണമെങ്കിലും കാണാം. എങ്കിലും ഒരു കാര്യം കൂടി, ഷെയ്ഖ് റാഗിബ് ഹർബ്, സയ്യിദ് അബ്ബാസ് അൽ മുസവി എന്നിവർ കൊല്ലപ്പെടുന്ന സമയത്ത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഹിസ്ബുള്ളയെ ഔദ്യോഗികമായ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നില്ല. കാരണം വിദേശ ഗ്രൂപ്പുകളെ ഔദ്യോഗിക ഭീകര സംഘടനയെന്ന് മുദ്രകുത്തുന്നതിനുള്ള ഇന്നത്തെ രീതിയിലുള്ള നിയമപരമായ സംവിധാനങ്ങൾ അക്കാലത്തുണ്ടായിരുന്നില്ല. 95 ജനുവരിയിൽ അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്ബുള്ളയെ ആദ്യമായി ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും അവരെ പ്രത്യേക നിശ്ചയിക്കപ്പെട്ട ഭീകരർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 2013 ജൂലൈ 22-ൽ യൂറോപ്യൻ യൂണിയൻ ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തെ മാത്രം ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. അതിനും എത്രയോ മുമ്പ് ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ അവരുടെ മാതൃഭാഷയായ അറബി വാചകങ്ങൾ കാണുമ്പോൾ മനുഷ്യത്വവിരുദ്ധമാണെന്ന് തോന്നുന്നതും താടിയും തലപ്പാവും കാണുമ്പോൾ ഭീകരരാണെന്ന് പ്രചരിപ്പിക്കുന്നതും ശുദ്ധമായ വംശീയതയാണ്. താങ്കൾ എങ്ങനെ കരുതിയാലും 2000-ൽ തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിപ്പിക്കാൻ കാരണമായ പോരാട്ടങ്ങൾക്ക് അടിത്തറയിട്ടത് ഇവരാണെന്നത് ചരിത്ര സത്യം. പിന്നെ ആ കമാനത്തിൽ തോക്കിൻ്റെ ചിത്രമാണ് താങ്കൾ എടുത്തു പറയുന്ന കാര്യം. ഇന്ത്യൻ സായുധ സേനയിലെയും അനുബന്ധ സുരക്ഷാ വിഭാഗങ്ങളുടെയും വിവിധ റെജിമെൻറ്റുകളുടെയും ഫോഴ്സുകളുടെയും ഔദ്യോഗിക ചിഹ്നങ്ങളിൽ തോക്കുകളുടെയോ റൈഫിളുകളുടെയോ ചിത്രം ഉപയോഗിക്കാറുണ്ടെന്ന് താങ്കൾക്കറിയില്ലേ? ഇന്ത്യൻ മിലിറ്ററി ചരിത്രത്തിലും പാരമ്പര്യത്തിലും ആയുധങ്ങൾ ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് വീര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും പ്രതീകമാണ്. ജാട്ട് റെജിമെൻറ്റ്, ആസാം റൈഫിൾസ്, രാഷ്ട്രീയ റൈഫിൾസ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, കമാൻഡോ വിങ്ങുകൾ എന്ന് മാത്രമല്ല സൈന്യത്തിൻ്റെ ഭാഗമല്ലെങ്കിലും നമ്മുടെ NCC ഇൻഫൻട്രി വിങ്ങിലും ആയുധങ്ങളുണ്ടല്ലോ. അതിലൊന്നും അപാകത തോന്നാത്ത താങ്കൾക്ക് ലെബനനിലെ തോക്കിൻ്റെ ചിത്രങ്ങൾ എടുത്തു പറയാൻ തോന്നുന്നത് അത്ര നിഷ്കളങ്കമാണോ? സാർ, ജിയോ പൊളിറ്റിക്സ് എപ്പോഴും അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് എന്ന് താങ്കൾക്കും അറിയാം. പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്കിഷ്ടമല്ലാത്ത മതവുമായോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായോ ഭാഷയുമായി കൂട്ടിക്കെട്ടി തെറ്റ് പ്രചരിപ്പിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ശരിയല്ല. താങ്കളുടെ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു. ഇറാനെ കയറിയടിച്ചു, പൊട്ടിച്ചു, ഇസ്രയേൽ തകർത്തു എന്നൊക്കെ ആശയം വരുന്ന പ്രയോഗങ്ങളാണ് അതിൽ നിറയെ എന്നതുകൊണ്ട് പിന്നിലെ ഉദ്ദേശം വ്യക്തം. സ്കൈ ന്യൂസിൻ്റെയും ജെറൂസലേം പോസ്റ്റിൻ്റെയും വെറും മൗത്ത് പീസാണ് താങ്കളെന്ന് പറയേണ്ടി വരും. അത് കണ്ട് സന്തോഷിക്കുകയും ഹുറേ പറയുകയും ചെയ്യുന്നവരാണ് താങ്കളുടെ കൂടെയുള്ളതെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിന്തിക്കുന്ന വിയോജിപ്പുള്ള ചിലർ കൂടി ആ കൂടെ ഉണ്ടെന്ന് വ്യക്തിപരമായി അറിയാം. അവരിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എൻ്റെ സജി മാർക്കോസ് ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പണ്ട് നമ്മുടെ പിണറായി വിജയൻ സഖാവ് വിളിച്ച പരനാറി എന്നത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്ന ഒരാളാണ് ഇയാൾ. ഈ വിദേശത്ത് ഇപ്പോൾ അങ്ങ് പറഞ്ഞില്ലേ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യരുടെ കഥയൊക്കെ. ആ മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ ആ തൂക്കുകയറിലേക്ക് നടന്നെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങളുടെ നിഷ്കളങ്കതയും നിരപരാധിത്വവും ഭംഗിയായി വർണ്ണിച്ച് സ്വയം സ്കലിപ്പിച്ച ഒരു വിദ്വേഷിയുടെ പരിദേവനവും വംശീയതയും മാത്രമായി ഈ വാക്കുകളെ കണ്ടാൽ മതിയാവും. അതാണ് അയാൾക്ക് യോജിക്കുന്നത്. അതാണ് അയാളുടെ തലേക്കെട്ട്.